ക്വസ്റ്റ്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ നമുക്ക് ഡൗട്ട് വന്നതാണ്. 2/3 ഓഫ് എ സർട്ടൻ ഡിസ്റ്റൻസ് വർ കവേർഡ് അറ്റ് ദ സ്പീഡ് ഓഫ് 45 km/h. 1/4 എന്ത് ചെയ്യുന്നു 60 km/h. റെസ്റ്റ് എത്രയാണ് 75 km/h. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ പെർ അവർ ഫോർ ദ ഹോൾ ജേർണി. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര നമുക്ക് എടുക്കാം 2/3. നോക്ക് ഇവിടെ 2/3 1/4 അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ 3ൻ്റെ 4 ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ എന്ത് ചെയ്യുക ഒരു ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. കാര്യം നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 3 × 4 12. ഞാൻ എന്ത് ചെയ്യുന്നു ഒരു സേഫ് സൈഡിൽ 120 ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ 1200 എടുക്കുന്നു കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. ഇനി എന്ത് ചെയ്യുന്നു 2/3 ഓഫ് ദ ഡിസ്റ്റൻസ്. ഇപ്പോൾ 1200 ആണെങ്കിൽ 1200ൻ്റെ 2/3 1200 × 2/3 മൾട്ടിപ്ലൈ ചെയ്തെങ്കിലേ പറ്റൂ. 3 കൊണ്ട് 1200 ഡിവൈഡ് ചെയ്യുമ്പോൾ 400 കിട്ടും. 400 2 800. ഇപ്പോൾ 800 കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യുന്നു 45 km/h. അപ്പോൾ ടോട്ടൽ ടൈമാണ് ആദ്യത്തെ ടൈം 800/45 കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 100 എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് 160/5 വെച്ചിട്ടും 260/9. അപ്പോൾ 160/9 വരുന്നു പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1/4 എത്രയാണ് 2/4 300 ഡിസ്റ്റൻസ് എത്രയിൽ പോകുന്നു 60 പോകുന്നു. 300/60 എന്ന് പറയുമ്പോൾ 5 ടൈം 5 എന്ന് കിട്ടും. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആദ്യമേ 800 അല്ലായിരുന്നു ആദ്യമേ 2/3 800, പിന്നെ 800 300 1100 1100 ബാക്കി 100 ആ 100 പോകുന്നത് 75 km/h. അപ്പോൾ 100/75 എനിക്ക് 4/3 എടുക്കാം. 4/3 എല്ലായിടത്തും 9 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 12/9 കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേഷൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഇതിനെ എനിക്ക് 45/9 കൊടുക്കാം. അപ്പോൾ 9 എല്ലാം അടിയിൽ സെയിം വന്നു. 160 45 205 12 217. അപ്പോൾ 1200/217 × 9 ഇവിടെ വരും. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കാൽക്കുലേറ്റീവാണ് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം. ഇത് അപ്രോക്സിമേറ്റഡ് ആണ്. അപ്പോൾ 12 108 0.0/217. അപ്പോൾ 1080 217 5 വട്ടം പോവുമോ 1000 1085 വരുന്നത്. അപ്പോൾ 5 വട്ടം പോകത്തില്ല 4 സംതിങ് 49 50 അടുത്ത് വരും 5ൻ്റെ അടുത്ത് വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി കാൽക്കുലേഷൻ കുറച്ച് ചെയ്തെങ്കിലേ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 120 ആയിട്ടും ചെയ്യാം. 120 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും 16 അങ്ങനെ വ്യത്യാസം വരും. ഞാൻ മാക്സിമം കാൽക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് വലിയ നമ്പർ 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുന്ന രീതി അതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ ആൻസറിലോട്ട് പെട്ടെന്ന് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻ ട്രിക്കുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ അപ്രോക്സിമേഷനും യൂണിറ്റ് 2 അങ്ങനെ പല ഡീറ്റെയിൽ സമ്മ് മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്ന മെത്തേഡ്, അതുപോലെ പോയിൻ്റ് എലിമിനേഷൻ മെത്തേഡ്, അപ്രോക്സിമേഷൻ മെത്തേഡ് അതെല്ലാം ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് 2026 എക്സാമുകൾക്ക് വേണ്ടിയാണ് കേട്ടോ പഠിക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നു. താങ്ക് യു.